കേരളം ഉണ്ടായതിനു ശേഷം ഇത്രയും കാലം കാത്തിരുന്ന് കിട്ടിയ ട്വിസ്റ്റ്. ഈ കച്ചവടമാണ് ഒരു ഒന്നൊന്നര കച്ചവടം. പക്ഷേ ആദ്യം കേൾക്കുമ്പോൾ ഇത്രയും മോശം തോന്നുമെങ്കിലും ഈ കച്ചവടത്തിനും ചില സാധ്യതകളൊക്കെ ഉണ്ട്. പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഒരു 10,000 രൂപ ഞാൻ ഏർപ്പാടാക്കി തരാം. അയ്യേ, അഭ്യസ്തവിദ്യരായ ഞങ്ങൾ പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞാൽ വേറെ പദ്ധതിയില്ല. പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല. അതെ, ഒരു പശുവിന്റെ പാല് വെച്ച് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവെളുതു, 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരികെ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറവറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000-ന് എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ, 2 എണ്ണത്തിന് ഞാൻ തരാം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ?